അപ്പോൾ ജെ.ആർ. പത്മകുമാർ, ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ വലിയ രാഷ്ട്രീയ കൂടുമാറ്റങ്ങളെ എങ്ങനെയാണ് ജെ.ആർ. പത്മകുമാറിനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് കാണുന്നത്? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജയറാം രമേശ് നടത്തിയ ഒരു ട്വീറ്റ് വായിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 40 വർഷമായി BJP-യിൽ തുടരുന്ന നേതാവിനെയാണ് താൻ കൂടുതൽ ബഹുമാനിക്കുക, അതല്ലാതെ കോൺഗ്രസ് വിട്ട് 10 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ട് BJP-യിലേക്ക് പോകുന്നൊരു മുതിർന്ന നേതാവിനേക്കാൾ എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. താങ്കൾ ഏറെക്കാലമായി BJP-യിലാണ്. താങ്കൾക്ക് അങ്ങനെ രാഷ്ട്രീയ കൂടുമാറ്റത്തിനൊന്നും തോന്നിയിട്ടില്ലേ ഒരു ഘട്ടത്തിലും? ഒരിക്കലും അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത്. ആ ഐഡിയോളജിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്നൊരു കാഴ്ച, ഈ ഐഡിയോളജിയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഈ മാറ്റം സമൂഹത്തിൽ നേരത്തെ തന്നെ ഉണ്ട്. ആളുകൾ എല്ലാ പാർട്ടികളും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിൽ പൊതുവായ ഒരു കാഴ്ച നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു കാഴ്ച, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അടുത്തൊരു പൊതു തെരഞ്ഞെടുപ്പോ വരുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർ രാഷ്ട്രീയ ഒഴുക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നമ്മുടെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ അതിനെ വഴിതിരിച്ച് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ നേതാക്കന്മാരും. സ്വാഭാവികമായിട്ടും നേതാക്കന്മാർ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഈ നേതാക്കന്മാരിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മളൊക്കെ ചില രാഷ്ട്രീയ ഈ ബിബിനെ, ആലപ്പുഴയിലുള്ള കായംകുളത്തുള്ള ബിബിനെ പാർട്ടിയിലേക്ക് എടുത്തു. ബിബിനാണെങ്കിൽ CPM-ൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയുമാണ്. അപ്പോൾ അന്ന് ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയെ BJP ചുമക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി പാർട്ടിക്ക് ധാർമ്മികമായി ഏറ്റെടുക്കേണ്ടി വരുമോ? പക്ഷേ അതൊരു പാർട്ടിയുടെ ഒരു ആക്രമണത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണോ? അല്ല, അങ്ങനെയല്ല. അത് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതി ഉണ്ട്. അവരെ മോശമായിരുന്നു, ആ ആള് ഇപ്പോൾ എടുത്ത നിലപാട് തിരുത്തിയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പോൾ എല്ലാം പഴയ രീതിയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടുമുണ്ട്. അതല്ല, ആ രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്ന ആ രീതിയാണ്. കേരളത്തിലെ ഈ തത്വാധിഷ്ഠിതമായി അല്ലെങ്കിൽ സൈദ്ധാന്തികമായി ഉറച്ച നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും വളരെ കാലങ്ങളിൽ ആ നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ വരുമ്പോൾ പഴയ നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു അല്ലെങ്കിൽ കർക്കശമായ നിലപാടുകൾ വിട്ടിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. രണ്ട് വിഷയത്തിൽ ഒരേ രീതിയിൽ സമാന രീതിയിലുള്ള രണ്ട് വിഷയത്തിൽ ഒരേ നിലപാടെടുക്കുന്നതിന് പകരം പ്രത്യേക താല്പര്യങ്ങൾ വെച്ചുകൊണ്ടോ ജാതിയോ മതമോ അധികാരമോ ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലപാട് ഒരേ സ്വഭാവമുള്ള വിഷയത്തിൽ പോലും എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനൊക്കെ താത്വികമായ ഒരു പരിവേഷം കൊടുത്ത് ആരെങ്കിലും പുറത്ത് നിർത്താനോ അകത്ത് നിർത്തുന്നതിനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ലഘൂകരിച്ച് കണ്ട് അവർ തത്വദീക്ഷ ഇല്ലാത്ത ഒരു നിലപാടിനെ ന്യായീകരിക്കുന്നത് കാണാം. അതിൽ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിലെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? BJP സംസ്ഥാന നേതൃത്വത്തെ കുറിച്ചാണോ? ഞാൻ BJP-യെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, BJP-യെ കുറിച്ചല്ല പറഞ്ഞത്. പൊതുവെ നമ്മൾ സംസാരിച്ചത് കേരളത്തിലെ ഇപ്പൊ നടന്നു വരുന്ന ഒരു രീതിയെ കുറിച്ചാണ്. ആ രീതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരും വരുന്നു.
അതിൽ BJP-യിലേക്കും ആൾ വരുന്നു, മറ്റേ കോൺഗ്രസിലേക്ക് ആൾ വരുന്നു, CPM-ലേക്ക് ആൾ വരുന്നു. സ്വാഭാവികം തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ മാത്രം ഇങ്ങനെയൊന്നും ഒരു നിലപാടെടുക്കില്ല, മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും നിലപാടെടുത്തോട്ടു എന്ന് പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റത്തിന് അനുസൃതമായിട്ടാണ്. ഏതെങ്കിലും ഒരാളാൽ ചെയ്തത് ശരി, പ്രതിഫലിക്കുന്നത് ചാഞ്ചാട്ട വോട്ടുകളാണെങ്കിൽ നേതാക്കൾക്കും അങ്ങനെ ചാഞ്ചാടി വരാം. അങ്ങനെ ചാഞ്ചാടി വരുന്നവരെ ഉൾക്കൊള്ളുക പാർട്ടി നയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇനിയിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ OK വാസുവിനെ കണ്ണൂരിൽ പാനൂരിലെ ഏരിയ കമ്മിറ്റി അംഗമായി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ താങ്കൾക്ക് ഒരുപാട് പരിചയമുള്ള ആളാണല്ലോ OK വാസു. പക്ഷേ OK വാസു ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് ക്യാമ്പിലേക്ക് വരുന്നത്. അതേപോലെ ഇപ്പോൾ G സുധാകരൻ്റെ കാര്യത്തിൽ അതൃപ്തിയുള്ളവർക്ക് വരാം എന്ന ഒരു വാതിൽ തുറന്നിടുമ്പോൾ ഇത്രയും കാലത്തെ കമ്മ്യൂണിസ്റ്റ് ബാന്ധവം ഒക്കെ ഉപേക്ഷിച്ച് G സുധാകരൻ ഈ സംഘപരിവാർ ക്യാമ്പിലേക്ക് വരുമെന്നൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത് അത്ര കടന്ന കൈയല്ലേ ശ്രീ JR പത്മകുമാർ? അങ്ങനെയല്ല. ഞാൻ ഈ നിലപാടുകൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അപ്പോഴത്തെ സാഹചര്യത്തെ അനുസരിച്ച് വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ചിലപ്പോൾ ഞാൻ പിന്തുടർന്ന് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവം ഉണ്ടാകാം, അവഗണിക്കുന്നു എന്നുള്ളൊരു പ്രതികാര മനോഭാവം ഉണ്ടാകാം. അത് അത്തരം സാഹചര്യങ്ങൾ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളായിരിക്കാം ഒരു പക്ഷേ ഒരു തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ OK വാസുവിനെ കുറിച്ച് പറഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എടുത്തൊരു നിലപാടാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അദ്ദേഹത്തിന് അപ്പം തോന്നിയ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നിലപാടുകളോ ആയിരിക്കാം അന്നൊരു നിലപാടെടുത്ത്. ആ 10 വർഷം കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹത്തെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെന്നോ പുറത്താക്കിയെന്നോളം BJP-യെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാറില്ല. പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക, പുതിയ ആളുകളെ സംഘടനയിലേക്ക് കൊണ്ടുവരിക, സംഘടനയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആരും അനിവാര്യമല്ല ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. Debate with Dr. Arun Kumar.